എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു യമഹയുടെ ഒരു 5.1 സ്പീക്കർ പാക്കേജാണ് വെരിഫൈ ചെയ്യുന്നത്. ഇത് അതിൻ്റെ ടവർ സ്പീക്കേഴ്സാണ്. 2 6-ഇഞ്ച് ടവർ സ്പീക്കറാണ് ഇതിനകത്ത് വരുന്നത്. ക്വാളിറ്റി വൈസ് നല്ല അസാധ്യ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രൈസിനനുസരിച്ച് നല്ല പെർഫോമൻസ് ഉള്ള ഒരു സ്പീക്കർ പാക്കേജാണ്. ഇത് അതിൻ്റെ സബ് വൂഫറിൻ്റെ ഫോട്ടോയാണ്. സബ് വൂഫറിൻ്റെ സ്പീക്കർ ഫോട്ടോ. ഇത് 2 ബുക്ക് ഷെൽഫും പിന്നെ സബ് വൂഫറിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് ഈ കാണുന്നത്. ഇത് ഡൗൺ ഫയറിംഗ് ആണ്. ഇതിനകത്ത് QD ബാസ് എന്നൊരു ടെക്നോളജിയാണ് ഇതിൻ്റെ വൂഫറിന് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഒരു സെൻട്രൽ സ്പീക്കറും ഈ കാണുന്ന 2 ബുക്ക് ഷെൽഫ് സ്പീക്കറുമാണ്. മൊത്തം 5 സ്പീക്കറും ഒരു സബ് വൂഫറുമാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. ഇതിൻ്റെ പെർഫോമൻസ് എന്ന് നമുക്കൊരു റൂം ഫില്ലിംഗ് പെർഫോമൻസ് എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന മുറിയിൽ നല്ല ക്വാളിറ്റി, നല്ല സറൗണ്ട് എഫക്റ്റും കിട്ടുന്നുണ്ട്. അതിൻ്റെ വോക്കലും സംഭാഷണമൊക്കെ വളരെ ക്രിസ്പനും ക്ലിയർ ആയിട്ട് തന്നെയാണ് അതിൻ്റെ അത് പെർഫോമൻസ് എനിക്ക് കിട്ടുന്നത്. പിന്നെ ഇത് വാൾ മൗണ്ട് സ്പീക്കേഴ്സാണ്. നമുക്ക് ചുമരിൽ തൂക്കിയിടുന്നത് കൊണ്ട് തന്നെയാണ് അധികം സ്ഥലം നമുക്ക് വേസ്റ്റായി പോകത്തില്ല. സബ് വൂഫർ ഡൗൺ ഫയറാണ്. അത് 8-ഇഞ്ച് സബ് വൂഫറാണ് വരുന്നത്. അതൊരു പ്രത്യേക സുഖമാണ് ബാസ് കേൾക്കാനായിട്ട്. ഭയങ്കരമായിട്ടുള്ളൊരു റൂം ഷെയ്ക്കിംഗ് ബാസ് അല്ല, എങ്കിൽ നല്ല സ്മൂത്തായിട്ടുള്ള ബേസാണ് അതിൽ നിന്ന് വരുന്നത്. കേൾക്കാനും നല്ല പെർഫോമൻസ് ഉണ്ട്. പ്രൈസ് റേഞ്ചിന് ഇത് ശരിക്കും നല്ലൊരു സ്പീക്കറാണ്. ഇതാണ് അതിൻ്റെ ലോങ് വ്യൂ വരുന്നത്. ഞാനിത് ഉപയോഗിക്കുന്നത് ഒരു ഡെനോണിൻ്റെ 1613 എന്നൊരു മോഡൽ ഒരു AVRലാണ് ഉപയോഗിക്കുന്നത്. പെർഫോമൻസ് വൈസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ അതിൻ്റെ കോസ്മെറ്റിക് കണ്ടീഷനും വളരെ നല്ലൊരു കോസ്മെറ്റിക് കണ്ടീഷനാണ്. ഇത് ഇമ്പോർട്ട് ചെയ്തതാണ്. അതുകൊണ്ട് കാർഗോയിൽ പറ്റിയ ചില ചെറിയ സ്ക്രാച്ചസ് അല്ലാണ്ട് വേറെ ഏതൊരുവിധം മേജറായിട്ടുള്ള കംപ്ലൈൻ്റ് ഒന്നും ഇല്ല. ഇതിൻ്റെ സ്പീക്കറൊക്കെ പക്ക ഒറിജിനൽ സ്പീക്കേഴ്സാണ്. ഇതിനകത്ത് സ്പീക്കർ ഇളക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇതിൻ്റെ കമ്പനി മെത്തേഡിൽ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സെൻട്രൽ സ്പീക്കറിൻ്റെയും ബുക്ക് സ്പീക്കറിൻ്റെയും അതിൻ്റെ ആ സ്പീക്കറിൻ്റെ കവർ ഇളക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല. അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ കൂടി ഇടുമായിരുന്നു. പക്ഷേ എന്തായാലും അതിൻ്റെ കമ്പനി ഫിക്സ് ചെയ്ത് അങ്ങനെ ഇരിക്കുകയാണെന്ന് തോന്നുന്നു. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന AVR. 1613 ആണ് ഈ AVR. ഓക്കെ.